സാധിപ്പിച്ചു തന്നു. അത്ര വലിയ പ്രാസംഗികനം ഒന്നുമല്ല, എന്നാലും ദൈവം നടത്തുന്ന വഴിക്ക് പ്രബോധനമൊക്കെ അവർക്ക് പറയട്ടെ. എന്തെങ്കിലും തെറ്റുകളോ കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ഞാൻ ക്ഷമ യാചിക്കുന്നു. കാരണം എല്ലാവരും എല്ലാം കാട്ടിയും വലിയ ബൈബിളിൽ ജ്ഞാനമുള്ളവരാണ്. അടിയിൽ ചെറിയ ജ്ഞാനത്തിൽ ദൈവണിക്കുന്ന ചിന്തകൾ ദൈവനാമത്തിൽ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 46. സോ ഇതിന്റെ മേലെ ഹെഡിങ്, എല്ലാ സങ്കീർത്തനത്തിന്റെ മേലെ ഹെഡിങ് ഉണ്ടെങ്കിലും ഇതിന്റെ ഹെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സംഗീത പ്രമാണിക്ക് കന്യകവർ എന്ന രാഗത്തിൽ കോരകപുത്രന്മാരുടെ സങ്കീർത്തനം. അല്ലെ, കോരകപുത്രന്മാർ ആരാണ്? കോരകപുത്രന്മാർ പണ്ട് ദേവി ഗോത്രത്തിലെ പുരോഹിതന്മാരൊക്കെ ദൈവത്തെ ആരാധിപ്പാൻ വർഷിപ്പ് ചെയ്യാൻ നിയമിക്കപ്പെട്ടവരാണ് കോരകപുത്രന്മാർ. ചരിത്ര ബാക്ക്ഗ്രൗണ്ടൊക്കെ പോകുമ്പോൾ ഈ ഒരു അധ്യായം, ഈ ഒരു 46 ശരിക്കും അവർ വർഷിപ്പ് ചെയ്യാണ് ദൈവത്തിന്. കാരണം ഇതിന്റെ ബാക്കിലൊരു നോക്കുന്ന സമയത്ത് ജെറുസലേമിൽ ഒരു യുദ്ധം വരുന്നുണ്ട്. സോ ജനം അവരുടെ ചുറ്റും വന്നിരിക്കുന്ന ആ ഒരു യുദ്ധത്തിലെ പടയാളികളെ കണ്ട്, അവരുടെ വലിപ്പം ചെരുപ്പങ്ങളെ കണ്ട് അവർ ഭയപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിലെ ദൈവം അവർക്ക് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അതിനെ പാടി ശ്രദ്ധിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 46-ാം സങ്കീർത്തനം. അതിൽ 1-ാമത്തെ വാക്യം: ദൈവം നമ്മുടെ ആരാണ്? ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്. അപ്പോൾ ഈ ഒരു വാക്യം വായിക്കുമ്പോൾ തന്നെ ഇതിൽ എൻ്റെ ഈ ഒരു സങ്കേതം നമ്മൾ എന്താ പറയാൻ പോകുന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കി തന്നെ നമ്മളും ഏതാണ്ടൊക്കെ യുദ്ധത്തിന്റെ ഫേസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. നമ്മൾ രാജ്യത്തെ ആയിട്ടല്ലെങ്കിലും 2 രാജ്യങ്ങളിൽ യുദ്ധം നടക്കുന്നത് നമ്മളും അതിന് എന്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ യുദ്ധമാണെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക അല്ലെ. രാത്രി എത്ര പേരുണ്ട് മിസൈൽ മേലെ കൂടെ പോയിട്ട് അവർക്ക് നഷ്ടപ്പെട്ട എത്ര ആൾക്കാരുടെ കൂടെ ഉണ്ടോ അല്ലേ? ഒരു മിസൈലുകൾ അങ്ങോട്ട് പോകുമ്പോൾ, ഡ്രോൺസ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളും മുന്നിൽ പേടിയ കർത്താവ് ഞങ്ങളുടെ തലയിൽ വീഴുമോ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ സങ്കേതമാരാ? നമ്മുടെ സങ്കേതമാരാ? നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആരുടെ മുന്നിലാണ് ചെല്ലണ്ടേ? അപ്പൊ അത്രയും സങ്കേതമായിരിക്കുന്ന ദൈവം നമ്മുടെ മേലെ ദൈവം സമ്മതിക്കുകയോ ഇല്ല. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ, പേടി തോന്നുമ്പോൾ ആരുടെ സ്ഥലത്ത് ചെല്ലണം? ദൈവം. കാരണം ദൈവം നമ്മുടെ ആരാ? സങ്കേതം. നമ്മുടെ അഭയസ്ഥാനം ആരാ? ദൈവം. അത് മാത്രമല്ല, നമ്മുടെ ബലം ആരാണ്? ദൈവം. നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ ബലം ചോർന്നു പോകുന്നത്? എപ്പോഴൊക്കെയാ? 1-ാമത് ചോർന്നു പേടി വരുമ്പോ ആണോ? മനസ്സിൽ പേടി വന്ന ബലം ചോരും. 2-ാമത്തെ എപ്പോഴാ? നമ്മുടെ ദിനം നടന്നുകൊണ്ടിരിക്കുന്ന ലൈഫിൽ എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ, അത് ഏതൊക്കെ പ്രശ്നങ്ങളാണ്? കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം, ജോലി സംബന്ധ പ്രശ്നങ്ങളാവാം, ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നപ്പോഴാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാണ്ട് വരും അല്ലേ. അതായത് ഇനിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫിൽ പെട്ടെന്ന് ഫിനാൻഷ്യലി നമ്മളെ ലോസ് വന്നു കഴിഞ്ഞാൽ ആടെ താളം തെറ്റും, മനുഷ്യരുടെ താളം തെറ്റും. അപ്പൊ നമ്മൾ എന്ത് പോയി? ബലം പോയി. പക്ഷെ നമ്മൾ ശരിക്കുള്ള ബലം ആരാ? നമ്മൾ ശരിക്കുള്ള ബലം ആരാ? ദൈവം. എപ്പോഴും നമ്മൾ ദൈവത്തിന് പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തിന് പോയാൽ മതിയോ? അല്ല, എപ്പോഴും പോയിക്കൊണ്ടിരിക്കണം. ദൈവമേ പ്രശ്നങ്ങളെ വരാൻ നമ്മളെ കാത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ബലം. ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിന് സ്തുതിക്കണം. കാരണം പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നം? നമുക്ക് നമ്മുടെ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ അന്ത്യത്തോളം പുലർത്താം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് നന്മകൾ നമ്മൾ നിഗളിച്ച് പോകാണ്ടിരിക്കാൻ ചില ശിക്ഷകൾ നമ്മളെ നിലനിർത്തുക. അപ്പോൾ നമുക്ക് കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ പിന്നെ ദൈവത്തിന് മടങ്ങിച്ചിട്ട് കർത്താവ് ദൈവങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ആ ദൈവത്തിന്റെ സ്നേഹം ആലോചിക്കുക. അപ്പൊ നമുക്ക് പിന്നെ കഴിഞ്ഞ കാലം ആലോചിക്കും, ഇതിന് മുമ്പ് നടന്ന കഷ്ടതകൾ ഓർക്കും. അപ്പൊ ദൈവം നമ്മളെ പുലർത്തി. കാരണം ദൈവം നമ്മുടെ സങ്കേതമായിരുന്നു. ആ ഒരു ദൈവത്തിന്റെ ബലം, ആ ഒരു ബലം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ 1-ാമത്തെ ദൈവം നമ്മുടെ സഹായമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന വ്യക്തിയാണ് ദൈവമാണ്. മനുഷ്യർക്ക് സഹായിക്കാൻ നമുക്ക് കഴിയുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ ചിലപ്പോൾ ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ സമയത്ത് കുറച്ച് പൈസ നമ്മൾ സഹായിക്കും, അത് തിരിച്ച് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ എത്ര സഹായിച്ചാലും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥ തൊട്ടയാൾ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പല പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മൾ കുട്ടികളോട് പ്രശ്നങ്ങൾ പറയാം, ഇല്ലെങ്കിൽ നമ്മുടെ സ്വന്തമാരെ കുടുംബത്തിൽ ആൾക്കാരോട് പറയാം. അതിൻ്റെ എല്ലാം എന്താ പറയുക, ഒരു കുറച്ച് നേരത്തിൽ നമുക്ക് ആശ്വാസം കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ അത് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. അത് വന്നല്ല. പക്ഷെ ഇതേ സംഭവം നമ്മൾ ദൈവത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ഭാരം അവൻ്റെ വിട്ട് കൊള്ളുക, ഞാൻ നിന്നെ പുലർത്താം. നമ്മുടെ ഭാരം ആർത്തിട്ടാൽ മതി, ദൈവത്തിന് ഇട്ടാൽ മതി. അപ്പൊ ഈ കഷ്ടങ്ങൾ മേലോട്ട് നമുക്ക് എന്ത് ചെയ്ത് തരും? ദൈവം ബലം തരും. 2-ാമത്തെ 3-ാമത്തെ വാക്യം: അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല.
ഒരു വാക്യം വായിക്കുന്ന സമയത്ത് ഭൂമി മാറിപ്പോവുക, ആ ഒരു അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമി ഇപ്പൊ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓർബിറ്റ് സയൻസ് പഠിക്കുന്ന എല്ലാവരും ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക എല്ലാ ഗ്രഹങ്ങളും അല്ലെ. ഈ ഭൂമിയുടെ ഈ ചലനത്തിന് ഒരു ഓർബിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചിന്ത ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചൂട് കൂടും, അങ്ങോട്ട് മാറിയാൽ തണുപ്പ് കൂടും. മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എന്തില്ലെങ്കിൽ നമുക്ക് തണുത്ത് മരിച്ചോ? എന്നാലും ആ ഭൂമി കുലുങ്ങിപ്പോ അതേപോലത്തെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരിക. അപ്പൊ ഇൻ കേസ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വന്ന് കുമിഞ്ഞുകൂടി നിൽക്കുക, പർവ്വതം പോലെ കൂടുന്ന പ്രശ്നങ്ങൾ കുമിഞ്ഞുകൂടി നമ്മുടെ നേരെ നിൽക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തളർന്നു പോകാൻ പറ്റുമോ? ഇല്ല. ഭൂമി കുലുങ്ങിപ്പോയാലും പർവ്വതം കിടന്നു നിന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ദൈവം എന്താ? ഞാൻ നിന്റെ അത്രയും വലിയ പ്രശ്നം. ദൈവം എന്തുകൊണ്ടാണ് നമ്മൾ ഭയപ്പെടാണ്ടിരിക്കുന്നത്? ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ സംഗീതമാണ്, നമ്മുടെ ബലമാണ്, ദൈവം നമ്മുടെ കൂടെയാണ്. ബൈബിളിൽ തന്നെ ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ നടുവിൽ നീണ്ട കുറെ വ്യക്തികളെ പറ്റി പറയുന്നുണ്ട് അല്ലെ. ദാവീദിനെ പറ്റി ചിന്തിച്ചു നോക്കിയേ. ദാവീദ് ആര് അഭിഷേകം ചെയ്തു വന്നു, പക്ഷെ ദാവീദ് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു അല്ലെ. ശൗൽ രാജാവിന്റെ പ്രശ്നങ്ങൾ നേരിട്ടു, പുള്ളി ഓടിച്ചിട്ട് ഗുഹയിൽ പാർത്തു. അത്ര പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോഴും ദാവീദിന് ഒറ്റ വിശ്വാസം ഉണ്ടായിരുന്നു, എന്റെ ദൈവം എന്നെ പുലർത്തും. ദൈവം പുലർത്തിയോ? പുലർത്തി. തന്നെ നേരെ കൊല്ലാൻ വന്നപ്പോഴും ദാവീദ് ഇടറിയോ? ഇല്ല. ഇതേപോലെ അടുത്ത ആളുകൾ ദാനിയലിനെ പറ്റി അല്ലെ. ദാനിയലിന് എന്താ ഒന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ ദാനിയലിന്റെ സിംഹത്തിൽ കൊണ്ടുപോയിട്ടു. അപ്പൊ എന്താ വലിയ ഗുഹയിൽ കൊണ്ടുപോയിട്ടു. പിന്നെ ആര് വന്നു? സിംഹം വന്നുകൊണ്ടിരിക്കുക. ദാനിയലിനെ പേടിച്ചോ? പേടിച്ചോ? ഇല്ല. ഇതേപോലെ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോ ജോലി മേഖലയിൽ പോണ സമയത്ത് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാം അല്ലെ. സോ നമ്മുടെ ടീമേറ്റ്സ്, നമ്മുടെ കൊളീഗ്സ് നമുക്കെതിരെ കച്ചമുറിക്കണം. അത് സിംഹത്തെ പോലെ വരാം. പോട്ടെ, നമ്മുടെ കുടുംബം നല്ല രീതിക്ക് പോണ സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ വരാം. അവിടെയൊക്കെ നമ്മളെ പരിപാലിപ്പാൻ ആരുണ്ട്? നമ്മുടെ ദൈവമുണ്ട്. നമ്മുടെ ദൈവത്തിനാൽ കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. വേറെ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പ്രോബ്ലത്തിൽ പോകുമ്പോൾ എൻ്റെ എനിക്ക് വരുന്നൊരു തോട്ടുണ്ട്. പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ പ്രസംഗം അല്ലേ. നല്ല രീതിക്ക് അവർ ദൈവജനമൊക്കെ സൃഷ്ടിച്ചു പോകുന്ന അവർ കാരാഗ്രഹപ്പെട്ടു ചങ്ങലൊക്കെ ബന്ധിച്ച് അവരെന്ത് ചെയ്യാം? അവിടെ ഇരിക്കുക. അവർക്ക് വേണമെങ്കിൽ അയ്യോ ഞങ്ങൾ രക്ഷിപ്പാൻ ആരും ഇരുന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കുന്നത്. അവരിരുന്നോ? ഇല്ല. ആ നട്ട് യാമത്തിൽ അവർ ആനന്ദിപ്പാൻ തുടങ്ങി. ആരംഭിപ്പുണ്ടായ എന്താ ഉണ്ടായുള്ള പുക്കഥകൾ എല്ലാവർക്കും അറിയാം. എന്താ? ചങ്ങലകൾ പൊട്ടി അവർ മോചിതരായി. അപ്പോൾ നമ്മളും ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തെ ആരാധിക്കാനിരുന്നാൽ നമ്മളെന്ത് പൊട്ടോ? കെട്ടുകൾ പൊട്ടി. എന്തൊക്കെ കെട്ടുകളാ? പ്രാർത്ഥിക്കാനിരിക്കാതിരിക്കാനുള്ള കെട്ടുകൾ. ദൈവം പേടി വരുമ്പോൾ എന്താ? നമ്മളെ പ്രാർത്ഥന പിന്നെ നമ്മൾ അയ്യോ ദൈവമേ. അപ്പൊ നമ്മൾ മാനസിക ചിന്തത്തിൽ പോയി. എന്നാൽ ഇതേ ദൈവം നമ്മുടെ കൂടെ ബലത്തിലിരുന്ന് ഈ പേടി വരുമോ? ഇല്ല. ഏതൊക്കെ മിസൈലും ഏതൊക്കെ ഡ്രോണും നമ്മുടെ നേരെ പോയി നമ്മളെ തലയിൽ നമ്മൾ ചിന്തിക്കുകയോ? ഒരിക്കലും ഇല്ല. കാരണം എന്താ? എന്നെ കാക്കുന്നവനാരാ? എന്റെ ദൈവം. എന്റെ സങ്കേതമാരാ? എന്റെ ദൈവം. എന്താ സങ്കീർത്തനം 91 പറയുന്നത്? സങ്കീർത്തനത്തിന്റെ 1-2 വാക്യം എന്താ? നമ്മൾ ആരെതിരാ പാർക്കുന്നത്? എന്താ ഒന്നാമത്തെ വാക്യം? പക്ഷേ ആരുടെ മറവിൽ നമ്മൾ വസിക്കുന്നത്? അത്യുന്നതന്റെ മറവിൽ. ആരുടെ ചെറുകീഴിൽ നമ്മൾ പാർക്കുന്നത്? സർവശക്തന്റെ. അങ്ങനെ പാർക്കുന്ന നമ്മുടെ മേലെ ഒരു കല്ല് വന്ന് വീഴുന്ന സമ്മതിക്കുമോ? ഇല്ല. നമ്മുടെ തലയിൽ ഓരോ മുടികളുടെ എണ്ണം വരുന്ന നാഥൻ നമ്മുടെ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ദുരത്തിൽ പിണ്ഡാകാരമായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ട നാഥന് നമ്മളെ പുലർത്താൻ കഴിയില്ലേ? കഴിയും. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ യുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് അവരുടെ മനസ്സിൽ ഇടപെടുന്ന അറിയത്തില്ല, ദൈവത്തിന്റെ പ്രവർത്തികൾ അറിയത്തില്ല. ഒന്നും മാത്രം നമുക്ക് ഓർക്കാം, നമ്മെ പുലർത്താൻ ആരുണ്ട്? നമ്മുടെ ദൈവമുണ്ട്. കാരാഗ്രഹത്തിൽ ഇരുന്ന് അവർ ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ കെട്ടുകളെ പൊട്ടിന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഈ സമയങ്ങളിൽ നമ്മളും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ വിടിവിക്കില്ലേ? വിടിവിക്കോ? വിടിവിക്കും. യെശയ്യാവ് 41-ന്റെ 10-ാമത്തെ വാക്യം. അവിടെ ദൈവം എന്താ പറഞ്ഞേ? നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാകുന്നു. പിന്നെ ദൈവം നമ്മളെ എങ്ങനെയാണ് നമ്മളെ താങ്ങുന്നത്? അതുകൂടെ നീതിയുള്ള വലങ്കയാൽ നമ്മൾ ദൈവം താങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഭയപ്പെടേണ്ടാത്ത കാരണം എന്താ? നമ്മളെ താങ്ങുന്ന ആരാ? നമ്മുടെ നാഥൻ. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ പോകുന്ന ഓരോ വഴിയും നമ്മളെ താങ്ങുന്ന ആരാ? ദൈവം അല്ലെ. നമ്മൾ കഴിഞ്ഞൊരാഴ്ചക്കാലം എടുത്തു നോക്കാം.
കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ ഈ രാജൻപേർ പട്ടണത്തിലായിരുന്നു. എത്ര പേർക്ക് ആക്സിഡന്റ് പറ്റി? നമുക്ക് ആക്സിഡന്റ് ദൈവം അനുവദിച്ചോ? ഇല്ല. എത്ര കുടുംബങ്ങളിൽ രോഗങ്ങൾ വന്നു, അല്ലെങ്കിൽ വലിയ ഭാരങ്ങൾ ദൈവം നമുക്കത് വരുത്താൻ അനുവദിച്ചോ? ഇല്ല. കാരണം നമ്മളെ താങ്ങുന്ന ആരാ? നമ്മുടെ ദൈവം. എന്നാലും ചില പ്രശ്നങ്ങൾ വരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അതെന്താ? നല്ലതിലേക്ക് മാറ്റുക, അല്ലേ? ഒരു സ്വർണം അല്ലെങ്കിൽ ഒരു ഓർണമെന്റ്സ് എങ്ങനെയാ പുറത്ത് പണിത് വരുന്നത്? ഒരു സ്വർണം, ഒരു ഓർണമെന്റ്, ഒരു ഗോൾഡ് കിട്ടി കഴിഞ്ഞാൽ ഗോൾഡിന്റെ ഓർണമെന്റ്സ് എങ്ങനെയാണ് പുറത്ത് വരുന്നത്? അത് ഫസ്റ്റ് തീയിൽ കൂടെ പോയിട്ട് വെന്ത് ചൂളയെടുത്ത് പിന്നെ അതിൻ്റെ തട്ടാൻ വന്ന് കൊത്തി അതിനെ രൂപമാക്കി തീർക്കും. അത്രയല്ല, അങ്ങനെ നല്ലൊരു ഓർണമെന്റ്സ് പുറത്ത് വരുന്നത്. അതിന് വില മതിക്കാത്ത ഗോൾഡായി മാറത്തില്ലേ? സെയിം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന നടുവിൽ ഓരോ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ ദൈവം നമ്മളെ കൊത്തിക്കൊണ്ടിരിക്കുക, നമ്മളെ നീക്കിക്കൊണ്ടിരിക്കുക. എന്തിന്? പിന്നെയും ദൈവത്തിൽ ഒതുക്കപ്പെട്ട് വരാം. അതിന്റെ ഒറ്റൊരു കാര്യത്തിൽ ചിന്തിച്ചാൽ മതി. നമ്മളെ താങ്ങുന്നതാരാ? നമ്മുടെ ദൈവം. നമ്മുടെ ബലമാരാ? നമ്മുടെ ദൈവം. നമ്മുടെ ശാന്തതയാരാ? നമ്മുടെ ദൈവം. നമ്മുടെ സമാധാനമാരാ? നമ്മുടെ ദൈവം. ഓക്കെ, സമാധാനത്തിനെ പറ്റി പറഞ്ഞ സമയത്ത് ദൈവമല്ലാത്ത വേറെ എന്തൊരു സമാധാനം ഉണ്ടോ? ഇല്ല. ദൈവം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത്, കാരണം എൻ്റെ സമാധാനം എൻ്റെ ദൈവമാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് നാട്ടിൽ നിന്നെല്ലാം പഠിച്ചു നിർത്തി ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത്, അതായത് എല്ലാവരും പറഞ്ഞു, ഇപ്പം പാരൻസ് ആണെങ്കിലും ഫാമിലീസ് ടീച്ചേഴ്സ് ഒക്കെ പക്ഷേ നീ നാട്ടിൽ തന്നെ പഠിച്ചു, നിനക്ക് അതിനുള്ള കാര്യങ്ങളുണ്ട്, തൊട്ടടുത്ത കോളേജുണ്ട്, കാര്യമില്ല. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ കംഫർട്ട് സോൺ ഒന്ന് മാറി നിൽക്കണം. അങ്ങനെ വേണ്ടി ഞാൻ എവിടെ പോയി? ബാംഗ്ലൂരിൽ പോയി. അപ്പം പോണ സമയത്ത് നമ്മുടെ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇതുണ്ടല്ലേ, ബാംഗ്ലൂർ എന്താണ് ചീത്ത സ്ഥലം, അവിടെ പോയി കഴിഞ്ഞാൽ പിള്ളേർ വഷളാവും. പക്ഷെ എനിക്കൊന്നും ഉറപ്പായിരുന്നു, എൻ്റെ കൂടെ നാദനുണ്ട്, ഈ പറഞ്ഞവരെ കൊണ്ടൊന്ന് തിരുത്തി പറയിപ്പിക്കണം. അത് മാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അവിടെ പോയി. എന്നെ ദൈവം താങ്ങിയത് കൊണ്ട്, എൻ്റെ വഴിയൊക്കെ ദൈവം മുമ്പേ കണ്ടത് കൊണ്ട് അവിടെ എനിക്ക് എൻ്റെ ദൈവം എല്ലാം ഒരുക്കി തന്നു. പോകാൻ നല്ലൊരു ചർച്ച്, നല്ലൊരു പാസ്റ്റർ, നല്ലൊരു ക്ലാസ് റൂം, എല്ലാം. അവിടെ പോയിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നവരുണ്ടായിട്ടില്ല. കാരണം ദൈവം കൂടെ ഉണ്ടായിരുന്നു, താങ്ങി. എൻ്റെ പല ഫ്രണ്ട്സിനും അവരുടെ സീനിയേഴ്സ് വന്നിട്ടുണ്ടാകും. നമ്മൾ കോളേജിൽ പോകുമ്പോൾ, നിങ്ങളൊക്കെ കോളേജിൽ പോകുമ്പോൾ അവിടെ ഒരു ചെറിയ റാങ്കിങ് പോലത്തെ പ്രശ്നങ്ങളുണ്ടാകും. സോ ക്വൈറ്റ് നാച്ചുറലാണ്. പക്ഷെ എന്നെ ദൈവം അതിന് പോലും ഇടവരുത്തിയിട്ടില്ല. അവിടുത്തെ ഞാൻ ചെന്ന കുറച്ച് നാൾ മുതൽ അവിടുത്തെ സീനിയേഴ്സ് എന്നോട് ഫ്രണ്ട്സായിട്ട് വന്നു. കാരണം ഇതൊന്നും എൻ്റെ കഴിവോ കിടക്കുകയല്ല, അവിടെ താഴ്ന്ന ദൈവമായിരുന്നു. ഞാൻ ഇത്ര പ്രാർത്ഥിച്ചുള്ളൂ, ദൈവമേ എൻ്റെ കൂടെ ഉണ്ടാകണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയില്ലേ, ന്യൂസ് കണ്ടിട്ടെല്ലാം ഇതായ സമയത്ത് അടുത്തൊരു ന്യൂസ് ഞാൻ ശ്രദ്ധിച്ചു. ഇപ്പോൾ ഈ ജനറേഷൻ്റെ കാലത്ത് വരുമ്പോൾ ഞങ്ങൾ ഇന്നത്തിൽ പഠിച്ച സമയത്ത് കോവിഡ് വന്നു, പ്രളയം വന്നു, ഇപ്പോൾ ജോലിക്കിറങ്ങി യുദ്ധം വന്നു. ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ച സമയത്ത് എനിക്കതിനെപ്പറ്റി വേറെ തോട്ടാണ്. ആദ്യം ഞാൻ ഇതുപോലെ പറഞ്ഞെങ്കിൽ പിന്നെ എനിക്കിത് വേറെ തോട്ട് വന്നു. ആ കൊറോണ വന്നതിന് ഞാൻ സ്തോത്രം പറയും. എന്താണെന്നറിയോ? കൊറോണ വന്നതിനും ഞാൻ സ്തോത്രം പറയും. വേറെ ഒന്നുമല്ല, എൻ്റെ സെക്കൻഡ് സെമസ്റ്റർ പഠിക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത്. അപ്പോൾ ആ ഒരു സെമസ്റ്ററിൽ സബ്ജക്റ്റ് വളരെ പാടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത്. കാരണം ഞാൻ കോളേജിൽ കയറി ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ടീച്ചേഴ്സോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് കോളേജിൽ നിന്ന് സപ്ലി ഇല്ലാണ്ട് പാസ്സായി പോകണം. കാരണം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു നോളജിൽ ഞാൻ വരുമ്പോൾ എനിക്ക് പുതിയൊരു ഇതാണ്. കാരണം എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് ആകപ്പാടെ ഒരു മോണിറ്റർ, കീബോർഡ്, മദർ ബോർഡ് എന്നറിയാണ്ട് അതിനെപ്പറ്റി യാതൊരു നോളജ് ഇല്ലാതെയാണ് ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. എനിക്കൊരു അഡ്മിഷൻ കിട്ടുന്ന കാരണം എനിക്ക് മാത്തമാറ്റിക്സ് അറിയാം. അപ്പോൾ അന്ന് ഫസ്റ്റ് തിങ്കാളിലെല്ലാം കഴിഞ്ഞ് ബാക്കി എല്ലാ വിഷയത്തിനും മാർക്കുണ്ട്, കമ്പ്യൂട്ടറിന് മാർക്കില്ല. HOD സ്വാഭാവികം വിളിക്കും, ചോദിക്കും. അന്ന് ആ ടീച്ചർ ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് മാർക്ക് പറഞ്ഞെന്ന് ചോദിച്ചു. ടീച്ചറുടെ കാര്യം പറഞ്ഞു. വന്ന് ടീച്ചർ നിനക്ക് ബുക്ക് വായിച്ചാൽ മനസ്സിലാവും. പക്ഷെ എനിക്കറിയാം, ബുക്ക് വായിച്ചാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ആരുടെ കൃപ വേണം? ദൈവത്തിൻ്റെ കൃപ. അവിടെ ഞാൻ പേടിച്ചെങ്കിലും ഞാൻ എന്ത് ചെയ്തു? വന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ അടുത്ത എക്സാമിന് എനിക്കിതിന് പാസ്സാകണം, എനിക്കിത് പഠിക്കാനുള്ള കൃപ തരണം. ദൈവകൃപയാൽ അന്നത്തെ ഫൈനൽ എക്സാമിന് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ആ സമയത്ത്. അന്ന് മുതൽ സെക്കൻഡ് സെമസ്റ്ററിൽ വന്നു കുറച്ചുകൂടി വിഷയം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഇതിപ്പോൾ എങ്ങനെ ഞാൻ പാസ്സോ എനിക്ക് അറിയത്തില്ല. തൊട്ടടുത്തത് എക്സാമിൻ്റെ സമയമായി, ടൈം ടേബിളിൻ്റെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ വന്നു എല്ലാവരും നാട്ടിൽ പോകണം, കൊറോണയാണ്. ദൈവം അവിടെയും കാത്തു. അവിടെ കൊറോണ വന്നുകൊണ്ട് കാത്തുന്നല്ല, ആ മേ ബി ചിലപ്പോൾ എക്സാമിന് എഴുതിയിരുന്നെങ്കിൽ മേ ബി ഞാൻ ഫെയിലാക്കത്തില്ല. പക്ഷെ ഉള്ളിലുള്ള ഭയം, അവിടെ എന്താ എൻ്റെ ഗ്രാജുവേഷൻ്റെ ഭയമായിരുന്നു. അത് പറഞ്ഞു ഞാൻ തോറ്റുപോകും. പക്ഷെ കൊറോണ വന്നുകൊണ്ട് എക്സാം നടന്നില്ല. പക്ഷേ അവിടെ ദൈവത്തെ മാനിച്ചു. കഴിഞ്ഞ തേർഡ് സെമസ്റ്റർ എക്സാം എഴുതി. അന്ന് ആണെങ്കിൽ വെറുതെ പോണ സമയത്ത് നമ്മളോട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് കോവിഡ് ചെക്ക് ചെയ്യണം. കോവിഡ് ചെക്ക് ചെയ്തു, എന്ത് വന്നു? കോവിഡ് പോസിറ്റീവ്. എനിക്കാണെങ്കിൽ അതിൻ്റെ യാതൊരു സിംറ്റംസും ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചു, കോവിഡ് മാറി. ഞങ്ങളെ കോളേജിലെ പ്രത്യേക റൂൾ അനുസരിച്ച് പറഞ്ഞാൽ 80% അറ്റൻഡൻസിന് എക്സാം എഴുതാൻ പറ്റത്തില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ലീവ് എടുത്തതും തേർഡ് സെമസ്റ്ററിലാണ്. കാരണം 1.5 മന്ത്സോളം ഞാൻ നാട്ടിലായിരുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് ആ സെമസ്റ്റർ എനിക്ക് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് 100%. അവിടെ
ദൈവനെ കാത്ത. കാരണം എന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവനെ കാത്ത. കാരണം ഇത്രയും ഞാൻ ഇത് പറയേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ നമ്മൾ ഭയപ്പെട്ട് താഴ്ന്നു പോകുന്നു, അല്ലെങ്കിൽ എവിടെ നമ്മൾ കർത്താവ് എങ്ങനെ സാധിക്കണം, നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ അത് സാധ്യമല്ല, അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷെ എന്റെ ദൈവത്തിന്റെ കണ്ണിൽ എന്താ പോസിബിളാണ്. അവിടെ ഞാൻ ആശ്രയിച്ചു എന്റെ സംഖ്യത എന്റെ ദൈവമായതുകൊണ്ട്, എന്റെ ബലം എന്റെ ദൈവമായതുകൊണ്ട് ദൈവം എന്നെ വിടത്തി. കാരണം അത്രയൊരു ഒരു നോളജ് ഇല്ലാണ്ട് ഞാൻ പോയി പഠിച്ച സ്ഥലത്ത് നിന്ന് ദൈവം എനിക്ക് റാങ്കോട് കൂടെ അവിടെ പാസ്സാക്കേണ്ടതാക്കി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇത്രയേ ഉള്ളൂ, ഒരു സപ്ലി പോലും ഇല്ലാണ്ട് എന്നോട് പാസ്സാക്കി. പക്ഷെ ദൈവം എനിക്ക് തന്നത് എന്താ? റാങ്കോട് കൂടെ പാസ്സാക്കി. ദൈവം എന്നോട് മാനിച്ചു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ സങ്കേതം, അതായത് നമ്മുടെ സങ്കേതം നമ്മുടെ ദൈവമാണെങ്കിൽ, നമ്മുടെ സങ്കേതം നമ്മുടെ ദൈവമാണെങ്കിൽ, അവൻ നമ്മുടെ ബലമാണെങ്കിൽ, അവൻ നമ്മളെ പുലർത്താൻ ബാധ്യസ്ഥനാണ്, നമ്മുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് പ്രശ്നങ്ങളുടെ നടുവിൽ ഇടരയിടാതെ, പ്രതികൂലങ്ങൾ ഇടരയിടാതെ അതിന്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ ജയത്തോടായിരിക്കും ദൈവം എല്ലാവരും നിങ്ങളെ ബലപ്പെടുത്തുവാനായിട്ട്. പുറപ്പാട് 14:14 ഒരു കാര്യം പറയേണ്ടത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞല്ലേ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഇവിടെ ദൈവം ഇത് പറയുമ്പോൾ നമ്മൾ ലൈഫിൽ ചില പ്രോബ്ലംസ് വരാം. അതിന് നമ്മൾ കൂട്ടത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ദൈവത്തിനെ പ്രാർത്ഥിച്ചു. കാരണം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ആരാ? നമ്മുടെ ദൈവം അല്ലെ. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവർ കുറെ പ്രതിസന്ധികൾ വരുന്നുണ്ട്. അവിടെ ആരും വിടറി പോകുന്നുണ്ട്. അവർ വിടറി പോകുമ്പോഴും അവർ പിറുവിറുക്കുന്നുണ്ട്. കാരണം ദൈവം സ്നേഹിക്കുന്നുണ്ട്. ആരും മോശം പ്രാർത്ഥിക്കുന്നു, അവർ പിന്നെ മടങ്ങി വരുന്നു, പിന്നെ തെറ്റുകൾ ചെയ്യുന്നു. നമ്മൾ ഇതുപോലെ തന്നെയാണ്. നമുക്കിപ്പോൾ എത്ര നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോട് ആയിരിക്കുമ്പോൾ മനുഷ്യർ നമുക്ക് തെറ്റുകൾ പറ്റാം അല്ലെ, പറ്റുന്നില്ലേ? പക്ഷെ അപ്പോൾ നിങ്ങൾ തിരിച്ച് മടങ്ങിയ ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നമ്മുടെ കുറവുകളെ മാനിക്കും. കാരണം നമുക്ക് ഒറ്റ ചിത്രത്തിൽ ദൈവന്റെ സംഗീതമാകുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരത്തില്ല. ഈ ദിവസങ്ങളും ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്തൊക്കെ ആയിരിക്കുമ്പോഴും ആരും ഭ്രമിച്ചു പോകാതെ അല്ലെങ്കിൽ ആരും പേടിച്ച് നിൽക്കാതെ നിങ്ങളുടെ സംഗീതം, നമ്മുടെ സംഗീതം, നമ്മുടെ ദൈവം ഒറ്റ പേരത്തോടെ